ഐഷ പോറ്റി ബി.ജെ.പി. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണവുമായി ബി.ജെ.പി. കൊല്ലം ജില്ലാ ഈസ്റ്റ് ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ ഇലക്ഷൻ സമയത്ത് പുറത്തുവിടുമെന്നും സോമൻ പറഞ്ഞു. ഇതൊരു ഒഴുക്കാണ്. ബി.ജെ.പിയിലേക്ക് ഐഷ പോറ്റി ഞങ്ങൾ വരും കാലങ്ങളിൽ ഐഷ പോറ്റി ബി.ജെ.പിയുടെ നേതാവുമായിട്ട് തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ഫോട്ടോസ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. അത് നമുക്ക് വരുമ്പോൾ ഞങ്ങൾ കാണാം. ഇലക്ഷൻ സമയമാവട്ടെ, ബി.ജെ.പി. ആയിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ആയെന്ന് പറയേണ്ടി വരും. അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ കുറിച്ചുണ്ട്, ഞങ്ങൾ പറയാം. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഐഷ പോറ്റി ഈ വാർത്ത വല്ലതും അറിഞ്ഞോ? എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? എന്തൊക്കെയാണ് വൈക്കൽ സോമൻ പറയുന്നത്? ഇക്കാര്യത്തിൽ ഇതുവരെ ഐഷ പോറ്റി ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ അതിനവർ തയ്യാറാകേണ്ടി വരും. ഇപ്പോൾ ബി.ജെ.പി. തന്നെ ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റാണ്, ഈസ്റ്റ് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് വൈക്കൽ സോമൻ. അദ്ദേഹം അവിടെ എവിടെയോ ഈ കൊല്ലം ജില്ലയിൽ എവിടെയോ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നും അറിയുന്നു. ഒരുപക്ഷെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഐഷ പോറ്റിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് അവരെ പ്രതിരോധത്തിലാക്കുക, അതുവഴി തന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ ശ്രമിക്കുക. അതോടുകൂടി തനിക്കൊരു പ്രചരണം മാധ്യമങ്ങളിൽ കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം. ഇതിലേതാണെന്ന് നമുക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. അദ്ദേഹത്തെ ഞാനും സംസാരിച്ചിരുന്ന അദ്ദേഹവുമായിട്ട് ഇതിന്റെ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടു. അത് സമയമാവട്ടെ അപ്പോൾ തരാം എന്നായിരുന്നു വൈക്കൽ സോമന്റെ മറുപടി. ഐഷ പോറ്റി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി ഒരുപക്ഷെ തയ്യാറാകുന്നത് കൂടുതൽ ജാഗ്രതയോടുകൂടി ഇതിനകത്ത് നിൽക്കാനാണോ, അതോ ഇവർക്കെതിരെ ബി.ജെ.പിക്കെതിരെ ആഞ്ഞടിക്കാനാണോ, അതോ തന്റെ കള്ളത്തരങ്ങൾ വല്ലതും പുറത്തു വരുമോ ഭയന്നിട്ടാണോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഐഷ പോറ്റി പ്രതികരിച്ചാൽ മാത്രമേ നമുക്കൊരു മറുപടി കിട്ടൂ. എന്തായാലും വൈക്കൽ സോമൻ ഈ ഒരു പ്രതികരണത്തോടുകൂടി, വൈക്കൽ സോമന്റെ ഒരു പരസ്യ പ്രസ്താവനയോടുകൂടി അവിടെ കോൺഗ്രസ് നേതൃത്വം അങ്കലാപ്പിലായിട്ടുണ്ട്. അത് അടുത്ത വ്യക്താണോ? ഇപ്പൊ കർണാടകയിൽ ഇപ്പൊ അല്പം 31 MLA-മാർ തങ്ങൾക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് AICC-ക്ക് കത്തയച്ചതുപോലെ ഇതും വിവാദത്തിലേക്ക് പോകുമോ? മറ്റൊരു ഇപ്പൊ കോൺഗ്രസിലേക്ക് ചേക്കേറിയ ഐഷ പോറ്റി നേരത്തെ ബി.ജെ.പിയുമായി സംസാരിച്ചിട്ട് അത് ശരിയാകാത്തത് കൊണ്ടാണോ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയത്? ഈ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് ഇപ്പൊ കൊട്ടാരക്കരയിൽ പുരോഗമിക്കുന്നത്. രാജ്കുമാർ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് ഈ വൈക്കൽ സോമന്റെ ഈ ഒരു പ്രസ്താവന വരുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ ആകുന്നു. ഇതുവരെയും ഐഷ പോറ്റിക്ക് ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഐഷ പോറ്റി ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ സാധാരണഗതിയിൽ വളരെ കൃത്യമായി ഐഷ പോറ്റിക്ക് പ്രതികരിക്കാൻ അറിയാം, ഐഷ പോറ്റി പ്രതികരിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ ആ ഒരു പ്രതികരണത്തിന് എന്തുകൊണ്ട് ഐഷ പോറ്റി തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ സോമൻ പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്, ഞാൻ വെല്ലുവിളിക്കുന്നു വൈക്കൽ സോമനെ എന്ന് പറയാൻ അറിയാത്ത ആളല്ലല്ലോ ഐഷ പോറ്റി. അതെ, ഇതില് ഐഷ പോറ്റി പക്ഷെ ഇതിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതിനാണ് ഒരു ഉത്തരം വേണ്ടുന്നത്. ഇന്നിപ്പോ 2 മണിക്ക് ഈ അടൂർ പ്രകാശ് കൊല്ലത്തെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ സമയത്ത് UDF നേതാവ് കൂടിയാണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തോട് ഈ ചോദ്യങ്ങൾ ചോദിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാനും ഉള്ളത്. അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ അതിന് മറുപടിയും പറയണമല്ലോ. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്ന സാഹചര്യത്തിൽ ബി.ജെ.പി. ഇങ്ങനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കില്ല. രാജ്കുമാർ, ഒരു പ്രശ്നമുണ്ട്. അതിലിപ്പോ ഐഷ പോറ്റി നടത്തിയ ചർച്ചയ്ക്ക് കോൺഗ്രസിന്റെ നേതാക്കളോട് നമ്മൾ ചോദിച്ചാൽ അവർക്ക് എന്ത് ഉത്തരം പറയാൻ കഴിയും? അതിന് ഉത്തരം പറയേണ്ടത് ഐഷ പോറ്റി തന്നെയാണ്. അല്ല, അവർക്ക് അവരെ കൊണ്ടത് പറയിപ്പിക്കാൻ പറ്റുമല്ലോ. ആ ഒരു സമ്മർദ്ദം മാധ്യമങ്ങളിൽ നിന്നുള്ള അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിന് മുമ്പിൽ കോൺഗ്രസും ഇതിന് ഉത്തരം പറയേണ്ടത് ആൻസറബിൾ ആണ്. അപ്പോൾ അവർക്കും അത് പറയേണ്ടി വരും. ഐഷ പോറ്റി നിർബന്ധിതയാകും. കോൺഗ്രസിലേക്ക് ഐഷ പോറ്റി എത്തുന്നതിന് മുമ്പാണ് ഈ ചർച്ച നടന്നിട്ടുള്ളത്. അതാണ് വൈക്കൽ സോമൻ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഐഷ പോറ്റിക്ക് ബി.ജെ.പിയുമായി ഒരു ബന്ധമുണ്ട്, RSS-ഉമായി ബന്ധമുണ്ട്. ആ ഒരു പിന്തുണയുടെ കൂടി ധൈര്യത്തിലാണ് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എത്തുന്നത്. ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഡീലാണ്. അത് നമുക്കറിയാം. ഐഷ പോറ്റി ഈ കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ ബി.ജെ.പിയിലേക്ക് പോയപ്പോൾ ഐഷ പോറ്റി നടത്തിയ ഒരു പ്രതികരണമുണ്ട്. വളരെ സോഫ്റ്റായ, വളരെ മൃദുവായ ഒരു പ്രതികരണമാണ് ഐഷ പോറ്റി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നുള്ള വോട്ടുകൾ കൂടി തനിക്ക് സമാഹരിക്കാൻ കഴിയും എന്നൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ കോൺഗ്രസിലേക്ക് പോയിരുന്നു. അതിലാണിപ്പോൾ ചെറിയൊരു വിള്ളൽ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അത് കൊട്ടാരക്കര സീറ്റിലേക്ക് മത്സരിക്കാൻ ബി.ജെ.പിയിൽ ഒരു വൻ പട തന്നെയുണ്ട്. അത് ആ ഒരു സാഹചര്യത്തിലാണ് ഈ അഖിൽ മാരാർ
കൊട്ടാരക്കരയിൽ കോൺഗ്രസിന് സീറ്റ് ചോദിച്ചു. അവിടെ കൊട്ടാരക്കരയിൽ ആ സമയത്ത് രശ്മിയെ കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുന്നൂർ സുരേഷ് ഒരു ആസൂത്രണം ചെയ്തിരുന്നു. അതുകൊണ്ട് അഖിൽ മാരാറിന് കിട്ടിയില്ല. അങ്ങനെയാണ് അഖിൽ മാരാറിന് BJP-യിൽ നിന്നും ഒരു പ്ലേസ്മെന്റ് കിട്ടിയില്ല എന്ന് ഉറപ്പ് മനസ്സിലാക്കിയപ്പോഴാണ് അഖിൽ മാരാർ നേരെ 2020-ൽ പോയി അതിൽ അംഗത്വം എടുക്കുകയും അതുവഴി ഒരു സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊട്ടാരക്കര എന്ന് പറഞ്ഞ ആ സീറ്റിലേക്ക് ഇതുപോലെ പലരും ലക്ഷ്യമിടുന്നുണ്ട്. അത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇപ്പൊ ഐഷ പോറ്റിക്ക് BJP-യിൽ ഒരുപക്ഷെ അവർക്ക് സീറ്റ് നൽകില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ അവർ BJP-യിലുള്ള ചർച്ച അവസാനിപ്പിച്ച് കോൺഗ്രസിലേക്ക് പോകാൻ തീരുമാനിച്ചത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ഐഷ പോറ്റി തന്നെ വന്നേ മതിയാവും.